ആലിയാസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും മോളും കൂടെ ഒരു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് വരെ പോകണം പർച്ചേസിങ്ങിനായിട്ട്. വീടിൻ്റെ അവിടെ നിന്നൊരു 11-12 കിലോമീറ്റർ ഉണ്ട് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോകാനായിട്ട്. ഞങ്ങൾ ഇന്ദിരാനഗർ വഴിയാണ് പോകുന്നത്. ഇന്ദിരാനഗർ വഴി പോകാൻ കാരണം അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ഫുഡ് കഴിക്കണം, അതിനും കൂടെ വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണിതൊക്കെ. ഇന്ദിരാനഗറിലാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. ഹൈദരാബാദ് റെസ്റ്റോറൻ്റാണത്. ആന്ധ്ര മീൽസാണ് അവിടെ കിട്ടുന്നത്. ഇതായിരുന്നു ആ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ്. ഞങ്ങളകത്ത് കയറി വലിയ എന്താ പറയുക ടേസ്റ്റൊന്നും ഈ റെസ്റ്റോറൻറ്റിനില്ല. കാരണം ഞങ്ങൾ ആന്ധ്ര മീൽസ് കഴിക്കുന്നത് യൂഷ്വലി നന്ദന മീൽസിൽ നിന്ന്, നന്ദന ഹോട്ടൽ എന്ന് പറയുന്ന ആന്ധ്രക്കാരുടെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലിൽ നിന്നായിരുന്നു. അപ്പം മോള് പറഞ്ഞ് നല്ല റിവ്യൂ ഉണ്ട് മമ്മ, ഇതിന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഫുഡ് അത്ര നല്ലതല്ലായിരുന്നു. ഉള്ളതുപോലെ പറയുകയല്ലേ നമ്മളുടെ ഇത് ഇന്ദിരാനഗറിലാണ് ഈ ഹോട്ടലിൻ്റെ പേരൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൊമേഴ്ഷ്യലിലേക്കുള്ള യാത്രയിലാണ് വീണ്ടും. ഈ ഇന്ദിരാനഗറിലെ ഈ സൈഡിൽ കാണുന്ന കടകളിലൊക്കെ എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് വിൽക്കുന്ന കടകളാണ് ഇന്ദിരാനഗറിൽ റോഡിന് ഇരുവശവും കാണുന്നത് കേട്ടോ. ഞങ്ങളങ്ങനെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഏകദേശം ഞങ്ങളിപ്പോൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. നല്ല ട്രാഫിക്കാണ് ഏത് സമയത്തും ഇവിടെ. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ വരുന്നതിന് മുമ്പ് ഇന്ദിരാനഗറിലേക്കുള്ള കുറേ കാഴ്ചകളും കൂടെയുണ്ട്. ഗിരിയാസ് ഉണ്ട്, അവിടെയൊക്കെ നല്ല KFC അങ്ങനെ കുറേ ഇതുണ്ട്. എല്ലാം തന്നെ എന്താ പറയുക, ഇന്ദിരാനഗറിലാണ് ഇതെല്ലാ കാഴ്ചകളും ഉള്ളത്. ഞാനിതിങ്ങനെ ഓടിച്ച് പറഞ്ഞു പോകുന്നതെന്നുള്ള A to B ഹോട്ടലുണ്ട്. ഇത് മെട്രോ സ്റ്റേഷൻ്റെ താഴെ ഇന്ദിരാനഗർ. ഇതിൻ്റെ മേലിലാണ് മെട്രോ പോകുന്നതിൻ്റെ മേലിൽ കൂടെയാണ്. പിന്നെന്താ പറയുക, ബാങ്ക്സ്, മോളുടെയൊക്കെ ബാങ്ക്സുകളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. RBL ബാങ്ക് ഉണ്ട്, ആക്സിസ് ബാങ്ക് ഉണ്ട്, അങ്ങനെ കുറേ പിന്നെന്താ പറയുക കാഴ്ചകളാണ് ഇത്. ഞങ്ങൾ കൊമേഴ്ഷ്യലിൽ വന്നു. കൊമേഴ്ഷ്യലിൽ ഞാൻ വിചാരിച്ചു, ഞങ്ങൾ പോയതൊരു വെനസ്ഡേ ആണ്. അപ്പോൾ വെനസ്ഡേ രക്ഷൊന്നും കാണില്ല, പാർക്കിംഗ് കിട്ടുമോ എന്നുള്ളത് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. പക്ഷേ കയറിയതേ നോക്കുമ്പോൾ ഫുൾ പാർക്കിംഗ് ആണ്. വണ്ടി മുമ്പോട്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് പോയി. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്നുള്ള സ്റ്റാർട്ടിങ് മുതലുള്ള കാഴ്ചകളാണ് ഇവിടെ. എല്ലാം ബ്രാൻഡഡ് ഐറ്റംസാണ് ഈ ഒരു സ്ട്രീറ്റിൽ കിട്ടുന്നത്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, മെയിൻ സ്ട്രീറ്റിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ് എല്ലാം കിട്ടുക. അത് ഒരു സൈഡിൽ നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ, ലെഫ്റ്റ് സൈഡിൽ നിന്ന്. കൊമേഴ്ഷ്യൽ എൻട്രി ആയ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു സൈഡിൽ നിന്ന്. ഇതിപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ വയ്ക്കുന്ന ഇതൊന്നും ബ്രാൻഡഡ് അല്ല കേട്ടോ. ഈ കാണിക്കുന്ന ബാഗുകളായിക്കോട്ടെ, ചപ്പലുകളായിക്കോട്ടെ, ഇതൊന്നും ബ്രാൻഡഡ് അല്ല. ഈ ചപ്പലുകളൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്ത് അധികമൊന്നും നാളെ നമുക്കിതൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് അനുഭവമുള്ളത് കൊണ്ട് പറയാണ്. കുറച്ചൊരു ദിവസത്തേക്ക് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്കിതൊന്നും ലോങ് ടൈം ഉപയോഗിക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് പോകും ഇതൊക്കെ. ഓക്കെ, പിന്നീട് അങ്ങോട്ടുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ബ്രാൻഡഡ് ഞാൻ പറഞ്ഞല്ലോ, കൊമേഴ്ഷ്യൽ ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറയുന്നത് 2 സ്ട്രീറ്റുണ്ട്, അപ്പുറത്തും ഉണ്ട്. പക്ഷേ ഇതിവിടെ മുഴുവനും ബ്രൊക്കേഡായിട്ടുള്ള ഐറ്റംസ്, അതുപോലെ തന്നെ എന്താ പറയുക എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസ്. ഒത്തിരി ബ്രാൻഡഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ വലിയ വില കൂടുതൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള ഇവിടെ ഇത് കണ്ടല്ലോ, കുറേ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. ഇതല്ല ഈ ഒരു സൈഡ് മാത്രമാണ് ഞാനിങ്ങനെ കാണിച്ചു പോകുന്നത്. ഞങ്ങളുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. മോൾക്ക് ഡ്രസ്സ് എടുക്കണം, അതാണ് മോൾക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ഒരു കടയുടെ പേര് ഞാൻ നോക്കിയില്ല കേട്ടോ. കയറി
വലിയ കുഴപ്പമില്ലാത്ത റേഞ്ചിലുള്ള വിലകളും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു. മോളിവിടെ നിന്നും 1-2 ഡ്രസ്സ് എടുത്തു. മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എടുത്തു. പിന്നെന്താ പറയുക, മോൾ 2 കുർത്തി എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്നതാണ് മോളെടുത്തതിൽ ഒരു ഡ്രസ്സ്. ഇതാണ് മോളെടുത്തതിൽ ഒരു ഡ്രസ്സ്. കുഴപ്പമില്ലാത്തൊരു ഡ്രസ്സായിരുന്നു. അത് നല്ല ഡ്രസ്സായിരുന്നു, ഫുൾ കവറായിട്ടൊക്കെ ഉള്ളത്. വിവിധ തരം ഫാഷനിലുള്ള ഡ്രസ്സുകളാണ് ഇവിടെ. ഇതിനാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് എല്ലാവരും. ഇവിടെ വേറൊരു കാര്യമാണ് പറയാൻ, നമ്മുടെ സെലിബ്രിറ്റികളായിട്ടുള്ള ഫിലിം സ്റ്റാർസുകളൊക്കെ വരാം. ഫിലിം സ്റ്റാറുകൾ എന്നാൽ വലിയ വലിയ ഫിലിം സ്റ്റാറുകളല്ല, സീരിയൽ ആക്ടേഴ്സും ഒക്കെ ഇവിടെ വന്ന് എടുക്കാറുണ്ട്. ഓക്കെ, ഡ്രസ്സുകളൊക്കെ ഒത്തിരി പേരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഞങ്ങളിപ്പോൾ ഈ കാണിക്കുന്നത് സുഡിയോ എന്ന് പറയുന്ന എന്താ പറയുക സ്ഥലത്തു നിന്നുള്ള കാഴ്ചകളാണ്. നല്ല ജീൻസും ടോപ്പുകളും വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ്, വെറൈറ്റി ടോപ്പുകൾ, ലെഗിൻസ് എന്ന് വേണ്ട സർവ്വ സാധനം ഇവിടെ കിട്ടും. ഒത്തിരി വലിയ വിലയിലൊന്നും വലിയ ഇതുമില്ല. നല്ല റീസണബിളായിട്ടുള്ള റേറ്റാണ് ഇവിടെ സുഡിയോയിൽ. അപ്പോൾ എനിക്കൊരു ഫോൺ വന്നു, മമ്മ എവിടാണ്? ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത്. എനിക്കൊരു ടോപ്പ്. ആൾ വീഡിയോ കോളിൽ കാണിച്ചതാണ്. ആൾക്ക് ഈ ടോപ്പ് ഇഷ്ടമായി, എടുത്തോളാൻ പറഞ്ഞു. വലിയൊന്നും ആയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ആ ടോപ്പ് എടുത്തു മോളിന് വേണ്ടിയിട്ട്. മോള് വീണ്ടും ഇവിടുന്ന് മോൾക്ക് 1-2 ഡ്രസ്സ് എടുത്തു. പിന്നെ ഇവിടെയുള്ള കാഴ്ചകളാണ്. ചപ്പൽസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ഒന്നും ആകത്തില്ലെങ്കിൽ പോലും ഒരു 6 മാസമൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ചപ്പലുകൾ, അതുപോലെ ഒത്തിരി ആക്സസറീസ് ഉണ്ട് ഇവിടെ. എന്താ പറയുക, പിന്നീട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. ഇതൊക്കെ ഈ എന്താ പറയുക ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ കാഴ്ചകളാണ്. എനിക്കെടുക്കാൻ വന്നതൊരു നൈറ്റിയാണ്. ഒന്നല്ല 3-4 നൈറ്റി എടുത്തു. എനിക്ക് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോളുടെ പർച്ചേസിംഗ് ആയിരുന്നു കൂടുതലും. നല്ല ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലേഡീസ് എന്നല്ല, എല്ലാവർക്കും വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ കിട്ടും. ഇത് സ്റ്റുഡിയോ തന്നെയാണ് ഞാൻ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ മാക്സ്. അതും കഴിഞ്ഞ് മാക്സിൽ നിന്നുള്ള പർച്ചേസും കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മഴയത്ത് മോള് പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ 2 പേരും കൂടി ആ മഴയത്ത് തിരിച്ചു പോരുമ്പോഴുള്ള മഴക്കാഴ്ചകളാണിതൊക്കെ. വൈപ്പറടിച്ച് നല്ല മഴയായിരുന്നു. നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ. മോളുടെ കൂടെയുള്ള യാത്ര എനിക്കെന്നും കംഫർട്ടബിളാണ്. ഞാനെടുത്ത നൈറ്റികളാണിത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുമോ? ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ള കാഴ്ചകൾ.